നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് നയന നന്ദുവിനെ കാണാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ നന്ദുവായിട്ട് സംസാരിക്കുന്ന സമയത്ത് നന്ദു ആ കാര്യം പറയണേ, നവേച്ചി കാണാൻ പോലും വന്നില്ല, അല്ലെങ്കിലും വരൂന്ന് എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ മരിച്ചാൽ പോലും നവേച്ചിക്ക് ഒരു പ്രശ്നമില്ല. ആ സമയത്ത് കനക പറഞ്ഞു, ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. പിന്നെ കാര്യമില്ല പോലും. നവ്യേച്ചി ഇനിയിപ്പം സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മളോടൊപ്പം ചേരത്തുള്ളൂ എന്ന് പറയണം. കനക പറഞ്ഞ, ആ സത്യങ്ങളൊക്കെ പറയാനായിട്ട് ഞാൻ പോയതല്ലേ, എന്നിട്ട് എന്തായി? ഒടുവിൽ എനിക്ക് ആ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോന്ന് ചോദിച്ചു. ഉം അമ്മ ഇതൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പം സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നവ്യേച്ചിക്ക് അവിടുന്ന് ആ അബിയുടെ അടുത്തുനിന്ന് ഒരു മോചനം ഉണ്ടാകത്തുള്ളൂ. ഇപ്പൊ അബിയാണെങ്കിൽ നവ്യേച്ചി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മസ്താക്കി വെച്ചിരിക്കല്ലേ. അവനാണെങ്കിൽ ആരോട് സ്നേഹമില്ല. ഈ പറയുന്ന നവ്യേച്ചിയോടോ കുഞ്ഞിനോടോ പോലും സ്നേഹമില്ല. അതുപോലെ ഒരുത്തിന് വേണ്ടിയിട്ടാണ് നവ്യേച്ചി ഇപ്പൊ നമ്മളെ എതിർത്തോണ്ടിരിക്കണേ. നയന പറഞ്ഞു, അതൊക്കെ പോട്ടെ മോളെ. ആ സമയം കനക പറഞ്ഞു, മോളെ ആഹാരം എടുക്കട്ടെ എന്ന് ചോദിക്കുക. എനിക്ക് വേണ്ടമ്മേ, എനിക്കൊന്നും കഴിക്കാൻ തോന്നില്ല. എനിക്കറിയാം മോളുടെ വിശപ്പില്ലായ്മയ്ക്ക് കാരണം എന്താന്ന്. ആദർശ് മോൻ വിളിക്കാത്തോണ്ടല്ലേ, അവൻ വിളിച്ചോളും, നീ ധൈര്യമായിട്ടിരിക്കുക. അമ്മേ, ഞാൻ വീട്ടിലേക്ക് പോയേക്കുക. അവിടെ അമ്മയ്ക്കാണെങ്കിലും നല്ല ടെൻഷൻ ഉണ്ട് ആദർശേട്ടൻ വിളിക്കാത്തോണ്ട്. അത് കേട്ടപ്പോ കനക പറഞ്ഞു, എന്നാ ശരി, അങ്ങനെ ആട്ടെ എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് അനിയാണെങ്കിലോ വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്കും ജയൻ ചോദിച്ചു, എന്താടാ നിനക്ക് സുഖമില്ലെന്നോ മറ്റോ പറഞ്ഞ്? അത് പിന്നെ ഒന്നുമില്ല. ഓ, ഇനിയിപ്പം നന്ദുവിന് വയ്യായി ആയതുകൊണ്ടാണോ നിനക്കും വയ്യാന്ന് പറഞ്ഞേ? ഏ, അങ്ങനെയൊന്നുമില്ല വല്യച്ച. ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല, നീ നന്ദുവിനെ കാണാൻ പോയില്ലേന്ന് ചോദിച്ചു. ഞാൻ പോണോ? എന്താടാ നീ പോയാല്? നിന്റെ രണ്ട് ചേച്ചിമാരുടെ അനുജത്തിയല്ലേ, അപ്പൊ നിനക്ക് പോയ കണ്ടാൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ. നന്ദുവിന്റെ വീട്ടുകാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. നീ അങ്ങോട്ട് ചെല്ലുന്നതിനോട് താല്പര്യവും കാണത്തില്ല. പിന്നെ നയനമോളുടെ കാര്യം അറിയാലോ, എങ്ങനെയൊന്നും പറയാനും പറ്റില്ല. പിന്നെ അവർക്കൊന്നും താല്പര്യമില്ലാതെ നീ അങ്ങോട്ട് ചെല്ലുന്നതിനോട്. അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് അനി പറഞ്ഞു, അത് പിന്നെ വല്യച്ച ഞാന്, എടാ നന്ദുവിനെ നീ നിന്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് കളഞ്ഞേരെ. കാരണം നിങ്ങൾ തമ്മിൽ ഒരിക്കലും ഇനി ഒന്നിക്കാനായിട്ട് പോകുന്നില്ല. വെറുതെ എന്തിനാടാ മനസ്സിൽ ഓരോ പ്രതീക്ഷകളൊക്കെ ഇങ്ങനെ ഇട്ട് മുന്നോട്ട് പോകുന്നേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ തന്നെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിനക്ക്. അതിന്റെ കൂടെ ഇനിയിപ്പൊ ഇതും കൂടെ എടുത്ത് തലയിലേക്ക് വെക്കേണ്ട കാര്യമുണ്ടോ? അല്ല, നീ ഇടയ്ക്ക് പറഞ്ഞായിരുന്നല്ലോ രണ്ട് കൂട്ടുകാരന്മാര് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതിനെ കുറിച്ച്. അല്ല, ആ പറഞ്ഞിരുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അതിലൊരാള് നീയാന്ന് മനസ്സിലായി, പെണ്ണ് നന്ദുവാന്ന് മനസ്സിലായി. അല്ല വല്യച്ച, ഞാന് വേണ്ട, ഇനി അടുത്ത കൂട്ടുകാരന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, ഞാനെന്നത് വെറുതെ അങ്ങനെയൊക്കെ പറഞ്ഞ, വെറുതെ ഒന്നുമല്ല, സത്യാവസ്ഥയാ. നന്ദുവിനെ സ്നേഹിക്കുന്ന വേറെ ഏതൊരു ചെറുപ്പക്കാരനുണ്ട്, അവൻ ആരാടെന്ന് ചോദിക്കുക. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അനി ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിച്ചു. ആ സമയത്താണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത്. നയനമോള് വന്നല്ലോ. അതും പറഞ്ഞിട്ട് ജയൻ അങ്ങോട്ടേക്ക് നോക്കുകയാണ്. നയനെ അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പം ജയൻ ചോദിച്ചു, അല്ല മോളെ നന്ദുവിന് എങ്ങനെയുണ്ട്? വലിയ പ്രശ്നമൊന്നുമില്ല അച്ഛാ, കാലിന് ചെറിയ ഫ്രാക്ചർ ഉണ്ട്, നടക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ജയൻ പറഞ്ഞു, ഇവൻ അങ്ങോട്ടേക്ക് വരാനായിട്ടിരുന്ന. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, നീ ഒന്ന് പോയിട്ട് വരുന്നതൊക്കെ നല്ലതാ. അപ്പോഴാണോ ഇവൻ പറയണേ, ഇനിയിപ്പം നയനമോൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, നയനമോള് ചെല്ലണ്ടാന്ന് പറഞ്ഞെന്ന് പോലും. അത് കേട്ടപ്പോ നയന പറഞ്ഞു, അതപ്പം തന്നെ പറഞ്ഞു കൊടുത്തോ അച്ഛാ, ഞാൻ പറഞ്ഞതിന് അതിന് തക്കതായ കാരണമുണ്ട് അറിയാലോ. അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ വിലക്കിയത് അറിയാലോ. അനിയും നന്ദുവും തമ്മിലുള്ള പ്രശ്നം അത് അവരെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇവര് തമ്മിലുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് വെറുതെ എന്തിനാ നമ്മൾ റിസ്ക് എടുക്കുന്നതെന്ന് ഓർത്തിട്ടാ. ജയ പറഞ്ഞു, കേട്ടോടാ മോള് പറഞ്ഞത്, അല്ല നിന്നോട് ഇഷ്ടക്കുറവുണ്ടായിട്ടൊന്നും അല്ല. ആ സമയത്ത് അനി പറഞ്ഞു, അതിനിപ്പോ ഞാൻ അവളെ കാണാൻ പോകുന്നുണ്ട് എന്താ പ്രശ്നം? ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് അല്ലേ. നല്ല ഫ്രണ്ട്സ് ആകുമ്പോൾ ഒന്ന് കാണാൻ പോയതുകൊണ്ട് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനിയുടെ ഫോൺ ബെല്ലടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ നവീനാണ്. ഇവൻ എന്തിനാ പോലും വിളിക്കുന്നത്? അങ്ങനെ നവീനാന്നും പറഞ്ഞുകൊണ്ട് അനി കോൾ എടുക്കുകയാണ്. ഹലോ, എന്താടാ? അല്ല, നീ ഫ്രീ ആണോ? എന്താ? എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയണം. അനി ഓർത്ത് ഇനിയിപ്പം നന്ദുവിനോടുള്ള ഇഷ്ടം ഇവൻ തുറന്നു പറഞ്ഞു കാണുമോ വീട്ടിൽ ചെന്നിട്ട്. ഇനിയിപ്പം അതാണ് തന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ. എന്താടാ നീ മിണ്ടാത്തേന്ന് നവീൻ ചോദിച്ചു. അതിനെന്താ, നമുക്ക് കാണാമല്ലോ എന്ന് പറയണം. കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു, നവീനെ വിളിച്ച് അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഈ സമയത്ത് നയന പറഞ്ഞു, എന്നാ ശരി നീ പോയിട്ട് വാ. അല്ല നയനേച്ചി, നവീൻ അവിടെ വന്നില്ലായിരുന്നു എന്ന് ചോദിക്കണം. വന്നായിരുന്നു. അല്ല, അവൻ കുറച്ച് സമയം ഇരുന്നോന്ന് ചോദിക്കണം. കുറച്ച് സമയം സംസാരിച്ച് ചായയൊക്കെ കുടിച്ചതിന് ശേഷമാ പോയെന്ന് പറയാണ്. അങ്ങനെയാണല്ലേ. നവീനെ കുറിച്ച് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുകയാണ് അനി. ആ സമയത്ത് നയന പറഞ്ഞു, അവൻ വന്നതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. കാരണം അവന്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്
നന്ദു സാക്ഷിമൊഴി പറഞ്ഞിരിക്കുന്നത്. കാരണം ആ, അവനാണ് കേസ് വാദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ പേരിൽ കുറച്ച് ഗുണ്ടകളെങ്ങാണ്ട് നന്ദുവിനെ ആക്രമിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അതിന് സത്യാവസ്ഥ എന്തെന്നും കൂടുതലായിട്ടൊന്നും അറിയില്ല എന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവന് ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ആ സമയത്ത് ജയൻ ഇങ്ങനെ ഒരു സംശയത്തോടു കൂടി അനിയെ നോക്കുവാണ്. അവന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ള കാര്യം ജയനും മനസ്സിലായി. അനി അങ്ങോട്ട് പോയത് ജയൻ നയനയോട് പറഞ്ഞു, അവന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നേ, ഇപ്പോഴും നന്ദു തന്നെയാണെന്ന് തോന്നേന്ന് പറയണ. അത് കേട്ടപ്പോ നയന് പറഞ്ഞു, അതിന് സാധ്യതയുണ്ട് അച്ഛാ. ഒരു പക്ഷെ അവൻ എന്നെ എത്രയാന്ന് പറഞ്ഞാലും മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ജയൻ പറഞ്ഞു, അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചകളൊക്കെ മാക്സിമം ഒഴിവാക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് പറയാണ്. നയന പറഞ്ഞു, ഇത് എങ്ങനെയായി തീരുമെന്ന് അറിയില്ല. നന്ദുവിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അനിയെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ മുഖത്തിൽ തിളക്കമൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ അവർ തമ്മിൽ ഇപ്പൊ സംസാരിക്കുന്നുണ്ടോ കാണുന്നുണ്ടോ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്ന് പറയാണ്. ജയൻ പറഞ്ഞു, നമുക്ക് നോക്കാം എത്രത്തോളം വരെ പോകുന്ന. എത്രയും പെട്ടെന്ന് തന്നെ നന്ദുവിന്റെ വിവാഹം നടത്തണം. അതുപോലെ തന്നെ അനിയുടെ വിവാഹം നടത്തണം. എങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ആവുള്ളൂ എന്ന് പറയാണ്. പിന്നീട് നവീന് അനിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുവാണ്. അങ്ങനെ നിന്ന് കുറെ സമയം കഴിഞ്ഞപ്പോൾ തന്നെ നവീനോർത്ത്, ഇവരെന്താ വരാനായിട്ട് താമസിക്കുന്നത്? സമയം പോയിക്കൊണ്ടിരിക്കുവാണല്ലോ. നവീന് നല്ല ടെൻഷനായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും അനി അങ്ങോട്ട് വന്നു. അനിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നവീൻ അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു, എന്താടാ നീ എന്താ ഇത്ര താമസിച്ചെന്ന് ചോദിക്കണം. ഓ, അത് ഒന്നും പറയണ്ട, വഴിയിൽ ഇത്ര ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയണം. അങ്ങനെ അനി ചോദിച്ചു, എന്താടാ നീ എന്നെ വിളിച്ചേ? അല്ല, നീ നന്ദുവിനോട് കാര്യങ്ങളും എല്ലാം സംസാരിച്ചായിരുന്നോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനിയൊന്നും മിണ്ടിയില്ല. ആ സമയം അനി ചോദിച്ചു, പിന്നീട് ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ അവിടെ പോയതല്ലേ, എന്നിട്ട് നീ അവളോട് സംസാരിച്ചോ എന്ന് ചോദിച്ചു. ഏയ്, അവിടെ ഞാൻ പോയെങ്കിലും എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ലടാ. കാരണം ഞാൻ എങ്ങനെയാ അവളോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത്? നീ എന്തേലും ഒരു ക്ലൂ കൊടുത്ത് വെക്കുമായിരുന്നെങ്കിൽ എനിക്ക് ചോദിക്കായിരുന്നു. പക്ഷെ എനിക്കത് ചോദിക്കാൻ തോന്നിയില്ല ആ സമയത്ത്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ലോ. അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് ചോദിക്കാൻ പറഞ്ഞേ. എടാ, എത്രയും പെട്ടെന്ന് ചോദിച്ചിട്ട് നീ എനിക്കൊരു മറുപടി തരണം. എനിക്ക് വയ്യട, ഇനി കാത്തു കെട്ടി നിൽക്കാന്ന് പറയണ. എനിക്ക് ഭയങ്കര വിഷമായി. അനി പറഞ്ഞു, എടാ അത് പിന്നെ നിന്റെ അമ്മയ്ക്കും മുത്തശ്ശനും ഒക്കെ ഇഷ്ടപ്പെടുവോ? ഇത് കേട്ടതും നവീൻ പറഞ്ഞു, മുത്തശ്ശന്റെ കാര്യം നിനക്കറിയാലോ. അനി പറഞ്ഞു, അത് ശരിയാ, നിന്റെ മുത്തശ്ശനും എൻ്റെ മുത്തശ്ശനും ഒക്കെ നമ്മുടെ സങ്കടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുന്ന കൂട്ടത്തിലാണ്, നമ്മളോടൊപ്പം നിൽക്കും. പക്ഷെ എന്തൊക്കെ വന്നാലും നിന്റെ അമ്മ സമ്മതിക്കും തോന്നില്ല. അപ്പൊ നിന്റെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടാത്ത സ്ഥിതിക്ക് നിന്റെ അമ്മയുടെ മനസ്സിലുള്ള പോലെ ഒരു പെൺകുട്ടി പോരെ നിന്റെ ജീവിതത്തിലേക്ക് വരാനായിട്ട് എന്ന് ചോദിച്ചു. എടാ, അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നന്ദു എൻ്റെ മനസ്സിൽ അത്രമാത്രം കയറിയെന്ന് നവീൻ പറഞ്ഞു. ഇനി അവളല്ലാതെ വേറൊരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല. ഒരു പക്ഷേ അവളെ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കല്യാണം വരെ വേണ്ടെന്ന് വെക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ കുറെ കാലതാമസം ഉണ്ടാവുമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമായി. ഈ സമയം നവീൻ പറഞ്ഞു, നിനക്കറിയാലോ, നിന്റെ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നിനക്ക് ഞാൻ ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഉറപ്പായിട്ടും ജയിക്കുമെന്ന്. അതുപോലെ തന്നെ സാധിച്ചില്ലേ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതുപോലെ തന്നെ നീ എനിക്കൊരു വാക്കെന്താ, എത്രയും പെട്ടെന്ന് നന്ദുവിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന്. എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അനി പറഞ്ഞു, ഞാൻ സംസാരിക്കാടാ, പെട്ടെന്ന് തന്നെ സംസാരിച്ചിട്ട് പറയാന്ന് പറയാം. അത് കേട്ടപ്പോൾ നവീന് കുറച്ച് സമാധാനമൊക്കെ ആയി. അങ്ങനെ അവര് സംസാരിച്ച് പിരിയുവാണ്. പിന്നീട് നയന ആകെപ്പാടെ വിഷമത്തിലായിരുന്നു. അതിനുശേഷം നയന നേരെ നവ്യയുടെ അടുത്തേക്ക് വരുക. കാരണം നന്ദുവിനെ ഒന്ന് കാണാൻ പോലും പോയില്ലല്ലോ നവ്യ. അതിന്റെ ഒരു സങ്കടവും ദേഷ്യവും ഒക്കെ നയനയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. നയന വന്നിട്ട് നവ്യയോട് ചോദിച്ചു, നവ്യേച്ചി എന്നാ നന്ദുവിനെ കാണാൻ പോകത്തെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോ നവ്യ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ എന്തിനു പോണം? അത് ഞാൻ പോകേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണ. എന്താ നവ്യേച്ചി, ഒന്നുമല്ലേലും നന്ദു സ്വന്തം അനുജിത്തിയല്ലേ, അനുജിത്തിയാണ് പോലും. അവൾക്ക് അങ്ങനെ ഒരു വിചാരമൊന്നും ഇല്ലല്ലോ. ഇതിനേക്കാളും വലിയ പരിക്ക് പറ്റി ഞാനിവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ എന്താ ചെയ്തത്? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. എന്റെ ഹബിയെ ജയിലിൽ കൊണ്ട് അടച്ച അവൾ ഒറ്റ ഒരുത്തിയാന്ന് പറയാണ്. ഈ സമയം ജലജ വന്നിട്ട് എന്താ കാര്യം ചോദിക്കോ? ഓ, ഇവള് വന്നിട്ട് പറയാ, ഞാൻ നന്ദുവിനെ കാണാൻ പോകത്തെ എന്താന്ന്. അതിന് ചോദ്യം ചെയ്തോണ്ടിരിക്കുക. എന്റെ മോളെ, അതിന് നന്ദുവിനെ നീ എന്തിനാ കാണാൻ പോന്നേ? അവള് ചെയ്ത ചതിയൊക്കെ നിനക്കറിയാവുന്നല്ലേ? അതെ. ആ സമയത്ത് ജലജ നയനയോടായിട്ട് പറഞ്ഞു, നിനക്കിത് എന്തിന്റെ കേടാ നയനെ? കാരണം അവള് കാരണമാണ് അബി കുറച്ചു നാളെ ജയിലിൽ പോയി കിടന്നേ. എന്നിട്ട് വീണ്ടും അവൾക്ക് പരിക്ക് പറ്റിയെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും എന്റെ മോള് പോയി കാണണമല്ലേ, അതിന്റെ ഒരു ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം നയന പറഞ്ഞു, ചേച്ചി പോകാതെ തന്നെ ചേച്ചി പിന്നീട് അനുഭവിക്കാൻ പോകുന്നുള്ളൂ. ചേച്ചി ഇതൊക്കെ ഓർത്ത് വിഷമിക്കുമെന്ന് പറയാം. പിന്നെ വിഷമിക്കും പോലും. അതിന്റെ ആവശ്യമൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയണ. അപ്പോഴേക്കും ജലജ പറഞ്ഞു, മോളെ നീ ഇത് കേട്ടിട്ട് പോവാനൊന്നും നിൽക്കുമൊന്നും വേണ്ട, ഇവരിങ്ങനെ പലതും പറഞ്ഞിരിക്കും. നയന പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല. നയന ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി. ആ സമയം ജലജ നവിയോട് പറഞ്ഞു, മോളെ നീ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോണം.
ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ കൂട്ടാക്കരുത്. ഇല്ല. ഇനി ഒരു കാര്യം ചെയ്യണം കേട്ടോ അമ്മ. ആ ആ, നയന എന്തേലും അമ്മയോട് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, തറുതല എന്തേലും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ കർണം ഒടിച്ചെന്ന് പൊട്ടിച്ചേരെ. ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വേണമെങ്കിൽ, അല്ല അമ്മയ്ക്ക് അമ്മയുടെ ഏട്ടത്തിനെയല്ലേ തല്ലാൻ പറ്റാത്തുള്ളൂ. ആ അടി വേണേ ഇവളുടെ കർണത്ത് കൊടുത്താലേ ഇവള് കൊള്ളട്ടെ. ശൈലജ പറഞ്ഞു, അതൊന്നും വേണ്ട മോളെ, അതിന് പകരമായിട്ട് കിട്ടാനുള്ളതൊക്കെ അധികം വൈകാതെ തന്നെ കിട്ടിക്കോളൂ എന്ന് പറയണം. എന്റെ ഏട്ടത്തി എന്ന് പറയുന്നവൾ ഇനി എന്നെ തല്ലാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി വിട്ടുകൊടുക്കത്തില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞു. മോളിപ്പോ ഇതുപോലെ അങ്ങോട്ട് പോയാൽ മതി, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഒരു കാരണവശാലും ആരുടെ മുന്നിൽ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. ചേടത്തിയ അനുജത്തിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരുടെയും കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയും വേണ്ട. അങ്ങനെയൊക്കെ നമ്പിക്കൊരു ഉപദേശം കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നയന മുത്തശ്ശന്റെ അടുത്തേക്ക് വന്നു. മുത്തശ്ശന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മുത്തശ്ശ ആദർശേണ്ണ ഇതുവരെയായിട്ടും വിളിച്ചില്ല എന്ന് പറയണം. അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, മോള് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ആദർശേണ്ണ തനിച്ച് വിടേണ്ടിയിരുന്നില്ല എനിക്ക് തോന്നുന്നത്. അവിടെ ഇനി വല്ല ശത്രുക്കളോ മറ്റോ ഉണ്ടോ? ശത്രുക്കൾ എന്ന് പറയാനായിട്ട് അങ്ങനെ ആരുമില്ല മോളെ. പിന്നെ പ്രധാനപ്പെട്ട എതിരാളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളുടെ ചേച്ചി അഭിനയിച്ചല്ലേ ഒരു പരസ്യത്തില് ജ്വല്ലറിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അവരാണ് അവിടുത്തെ പ്രധാന എതിരാളികൾ എന്ന് പറയണ. മോളാക്കാര്യം ഒന്ന് ഓർത്ത് വിഷമിക്കുമൊന്നും വേണ്ട, അവനൊന്നും ആപത്തൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവേനെ അങ്ങോട്ട് വന്നു. ദേവേനെ വന്നിട്ട് പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ട് അച്ഛാ, അവനോട് തനിച്ച് പോവണ്ടെന്ന് പറഞ്ഞ. മുത്തശ്ശൻ പറഞ്ഞു, ഞാനും കൂടെ ചെല്ലാന്ന് പറഞ്ഞ. പക്ഷെ അവൻ അതൊന്നും കൂട്ടാക്കിയില്ല. അവൻ തനിച്ചു പോണെന്ന് വാശി പിടിച്ചു. പിന്നെ ആദ്യമായിട്ടൊന്നും അല്ല പോന്നേ. പിന്നെ ഗൾഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ നാട് പോലെ തന്നെയാണ്. ഞാൻ അവിടെ കുറെ കാലം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളതല്ലേ. അതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നുകൊണ്ടും പേടിക്കണ്ട. പിന്നെ അവിടുത്തെ ബ്രാഞ്ച് മാനേജറെ വിളിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദർശ് എന്തോ ഒരു മീറ്റിങ്ങിന് പോയെന്നാ പറഞ്ഞേ. സാരമില്ല, മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് അവൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചായിരിക്കും. മീറ്റിംഗ് കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേനും നിങ്ങളെ തിരിച്ചു വിളിച്ചോളും. ദേവേന് പറഞ്ഞു, എന്നാലും എനിക്കൊരു പേടിയുണ്ട്. ആ സമയം നയന് പറഞ്ഞു, ഇനി വല്ല ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകുമോ പോകുന്ന വഴിക്ക് ഡ്രൈവ് ചെയ്യണ സമയത്ത്. എന്തിനാ മോളെ അവൻ ഡ്രൈവ് ചെയ്യുന്നേ? അവൻ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ ഡ്രൈവ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. മോളൊരു കാര്യം ചെയ്യും, പോയി റെസ്റ്റ് എടുക്കാനും പറഞ്ഞ് നയനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. പിന്നീട് ദേവയാനോട് പറഞ്ഞു, ദേവേനി നീ എന്തിനാ മോളെയും കൂടെ ടെൻഷൻ അടിപ്പിക്കുന്നേ? അവൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കണ സമയല്ലേ. എന്നാലും അച്ഛാ, അതെ വിഷമിക്കൊന്നും വേണ്ട, ആദർശ് ഇങ്ങോട്ട് എത്തിക്കോളും. അവന്റെ തിരക്ക് കാരണമായിരിക്കും അവൻ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നേ. ഒന്നും അല്ലേലും നമുക്കവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞ് ദേവേനെ ഒന്ന് മുത്തശ്ശി സമാധാനിപ്പിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജലജ നവ്യയുടെ അടുത്തേക്ക് വരുവാണ്. ആ സമയത്ത് നവ്യ പറഞ്ഞു, അല്ല ഒരുത്തരുടെ ഗൾഫിലേക്കെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടല്ലോ, ഒരു വിവരമില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞേ. എൻ്റെ മോളെ ഗൾഫിൽ പോയിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ കൂടെ ആയിരിക്കും. നവ്യ പറഞ്ഞു, എനിക്കും അതിന് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിലും പാവപ്പിടിച്ച ഒരു പെൺകുച്ചിനെ ചതിച്ച് ഗർഭിണിയാക്കിയിട്ട് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയതല്ലേ. ആ സമയത്താണ് ദേവേനി അങ്ങോട്ടേക്ക് വരുന്നത്. ദേവേനി മറിഞ്ഞു നിന്ന് അവരുടെ സംസാരം കേൾക്കണം. ആ സമയം ജലജ പറഞ്ഞു, ശരിയാ, ഒരു പക്ഷേങ്കില് ഇനി ഇപ്പം ഈ പറയുന്ന ആ പാവം പിടിച്ച പെൺകുട്ടി എന്ന് പറഞ്ഞല്ലോ, അവളുടെ ബന്ധുക്കാരെങ്കിലും ഒക്കെ ഗൾഫിലുണ്ടോന്ന് അറിയത്തില്ലല്ലോ. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് അറിയത്തില്ല. അവനെ മിക്കവാറും കൊന്നു കളഞ്ഞോന്ന് പോലും ആര് കണ്ടു. അത് കേട്ടപ്പോൾ ദേവേനി ഒരു നിമിഷം ഞെട്ടിപ്പോയി. നവ്യ പറഞ്ഞു, അതിനും ചാൻസ് കൂടുതലുണ്ട്, ചിലപ്പോൾ അതായിരിക്കും എന്ന് പറയണം. അങ്ങനെയൊക്കെ സംഭവിക്കും. കാര്യം അത്ര നല്ലതാണല്ലോ മോളെ. പിന്നെ നീ ഒരു കാര്യം ചെയ്യണം, പരസ്യത്തിൽ അഭിനയിക്കാൻ പോണം ആ ജ്വല്ലറിയുടെ. അതൊക്കെ ഞാൻ ചെയ്യാമേ. നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടിട്ട് കാര്യമില്ല. അത്യാവശ്യം ചെലവും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും. പക്ഷേ എങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടുകാരുടെ മുന്നിൽ കൈ നീട്ടണ്ടേ. അതുകൊണ്ട് മോള് പയ്യ പരസ്യത്തിൽ അഭിനയിച്ചോ. ഞാൻ അഭിനയിക്കും അമ്മേ, ഉറപ്പായിട്ടും അഭിനയിക്കും. ഈ വീട്ടിലുള്ള ആരൊക്കെ തടഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ അഭിനയിക്കും എന്ന് പറയണം. അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. അപ്പോഴേക്കും ജലജ പറഞ്ഞു, മോളെ ഈ പറയുന്ന അനിയേക്കാളും ആദർശിനേക്കാളും ഒരു പടിയും കൂടെ ഉയരത്തിലെത്തണം നിന്റെ ഭർത്താവ് അഭി എന്ന് പറയാണ്. അത് കേട്ടപ്പം ദേവേനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ദേവേനി മറിഞ്ഞു നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.